ഒരു കാനിസ്റ്റർ ഫിൽറ്ററാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഒരു കാനിസ്റ്റർ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ കാനിസ്റ്റർ ഫിൽറ്ററിന് വരുന്നത് ഒരു 3000-3200 അതിന് മേലെ റേഞ്ചിലാണ് നമുക്ക് കാനിസ്റ്റർ ഫിൽറ്റർ റേറ്റ് വരുന്നത്. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1200-1300 ആ ബഡ്ജറ്റിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് പരിചയപ്പെട്ട് നോക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് മെയിനായിട്ട് എന്ന് പറയുന്നത് 4 ഇഞ്ചിൻ്റെ 2 ഫീറ്റ് പൈപ്പ്, പിന്നെ അതിൻ്റെ 2 ക്ലോസേഴ്സ്, അത് 2 ഭാഗത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 2 ടാങ്ക് നിപ്പിൾ, 2 നോർമൽ എൽബോ, പിന്നെ വരുന്നത് കണക്ടറാണ് 3/4 ഇഞ്ച് എൽബോ അതന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ത്രെഡഡ് എൽബോ 2 വേണ്ടി, പിന്നെ ഒരു കണക്ടേഴ്സ് വേണ്ടി, അത് PVC പൈപ്പ് 2 ഫ്ലെക്സിബിൾ പൈപ്പ്, പിന്നെ നമുക്ക് 3/4 ഇഞ്ച് 3 ഫീറ്റ് പൈപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നമുക്ക് ഈ മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിന് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മളിത് വാങ്ങേണ്ടത്. നമുക്കിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മോട്ടർ വാങ്ങിയിട്ടുള്ളത്. ഈ മോട്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്ററും 90 വോൾട്ടിലാണ് ഈ മോട്ടർ വരുന്നത്. പിന്നെ ഒരു ഓസ്, ഫ്ലെക്സിബിൾ ഓസ്. അടുത്തായിട്ടുള്ള ടൂൾസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിന് ഒരു സ്റ്റാർ ബോണ്ടിൻ്റെ ഒരു പശ നമുക്ക് വേണം, അത് ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഓസ് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഓസ് കണക്ടറുകൾ വേണം. പിന്നെ ഉള്ളത് ഇതിന് ആവശ്യമായ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇതിലുണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പിൽ നമ്മൾ ഈ ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്യാൻ പോകണം. ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്യാൻ മുന്നേ നമ്മൾ ഈ ക്ലോസർ നമ്മളിവിടെ വെച്ചതിന് ശേഷം ടാങ്ക് നിപ്പിൾ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് മേലേക്ക് ആക്കിയതിന് ശേഷം മാർക്ക് ചെയ്തെടുക്കണം. രണ്ടാമത്തെ ഹോൾ നമ്മളിനി അടിക്കാൻ പോണത് പൈപ്പ് ക്ലോസറിനെയാണ്. അതും ഈ രണ്ടാമത്തെ ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റാണ് നമ്മൾ ഇതിലൂടെ വരാം പുറത്തേക്ക്. ഇപ്പോൾ നമ്മളെ ഹോള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഹോളിക്ക് നമ്മൾ ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്യാണ്. ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്യുമ്പോൾ 2 റബ്ബർ ബ്രഷ് ഉണ്ട്. ഒരു റബ്ബർ ബ്രഷ് ഉള്ളിലും ഒരു റബ്ബർ ബ്രഷ് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇടണം. അതിൻ്റെ ഇടയിൽ നമുക്ക് സിലിക്കൺ തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സിലിക്കോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. കൈ കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസറിൽ അടുത്ത നിപ്പിൾ കണക്ട് ചെയ്യാൻ പോകട്ടോ. നമ്മളിതിലും ചെറുതായിട്ടൊന്ന് സിലിക്കോൺ തേച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ നല്ല വാട്ടർ ടൈറ്റ് ആയിട്ട് ഇരുന്നത് മുട്ടി. അടുത്തായിട്ട് നമ്മളിപ്പോൾ 4 ഇഞ്ച് പൈപ്പുമ്പോൾ ഇപ്പോൾ ടാങ്ക് നിപ്പിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ടാങ്ക് നിപ്പിളുമേ നമ്മുടെ ത്രെഡഡ് എൽബോ കണക്ട് ചെയ്യാൻ പോവാണ്. ത്രെഡഡ് എൽബോ അതിൻ്റെ ഫേസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഫേസ് ചെയ്ത് നിൽക്കണം. അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രെഡഡ് എൽബോ ഈ സൈഡിലിട്ടിട്ട് ഈ സൈഡ് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ അടുത്തത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ ബോണ്ട് ഉപയോഗിച്ചിട്ട് ഈ ക്ലോസർ നമ്മൾ ഈ സൈഡ് ക്ലോസ് ചെയ്യാൻ പോകട്ടോ. സ്റ്റാർ ബോണ്ട് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റ് പാക്കിങ്ങിനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വാട്ടർ ലീക്കേജ് വരില്ല. അപ്പോൾ ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്ത എൽബോയ്ക്ക് നമ്മൾ ഈ വാൽവ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ വാൽവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 3/4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ പോകണം. പിടിച്ചോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്ര എടുത്തിട്ട് കട്ട് ചെയ്യട്ടോ. ഇനി ഇതിൽ നമ്മൾ സ്റ്റാർ ബോണ്ട് അപ്ലൈ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കയറ്റി സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ.
അടുത്തത് നമുക്ക് ഈ ബോൾ വാൽവാണ് നമ്മൾ അടുത്ത് കണ്ടെയ്ൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കൊണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകഴിഞ്ഞിട്ട് അത് ഇവിടെ തേക്കില്ല, അല്ലെങ്കിൽ ഇത് ഉള്ളിലാകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായാൽ പറഞ്ഞു ഇതിനുള്ളിൽ പറ്റിയിട്ടില്ലേ? നെക്സ്റ്റ് പീസ് നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വാൽവിൻ്റെ പൈപ്പുമേ കണക്ട് ചെയ്ത് വെച്ചിരുന്ന കണക്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഔട്ട് ഏകദേശം റെഡി ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ, മോട്ടറിൻ്റെ ഇതിലേക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ത്രെഡ് ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കറക്റ്റായിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ സിലിക്കോൺ തേച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ മോട്ടറിൻ്റെ ഈ വയറ് ഇതിലൂടെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. നമ്മളെ ഈ മോട്ടറിൻ്റെ ഇവിടെ ഒരു ക്യാപ്പ് വരും, ആ ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ മോട്ടർ ഇറങ്ങുള്ളൂ. ഇത് നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ നമ്മുടെ നിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ടർ കൊടുത്ത് ആ കണക്ടർ നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ടൈറ്റർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ടാങ്കിക്കുള്ള ഔട്ടാണ്. ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ടറുമേ ടഫ്ലോൺ ചുറ്റാട്ടോ. കണക്ടർ അടുത്ത കണക്ടർ ജോയിൻ ചെയ്യണം. അതിനുശേഷം ഈ ജോയിൻ ചെയ്തത് നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് PVC-യുടെ. ആ PVC നമ്മൾ സ്റ്റാർ ബോണ്ട് വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടോ. ഇനി ഇത് നമ്മൾ നമ്മുടെ ആ ക്ലോസറിന് കണക്ട് ചെയ്യാൻ പോകും. ഇതിൽ ഇതിട്ടുണ്ടായോ ടെഫ്ലോൺ? കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഏകദേശം നമ്മൾ ഇതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദിവസം നമുക്ക് സിലിക്കോണൊക്കെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഫിൽറ്ററും കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ട്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ മെക്കാനിക്കൽ ഫിൽറ്ററും ബയോ ഫിൽറ്ററൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ എല്ലാ ഫിൽറ്ററിൻ്റെ ഇതുകളും ഒട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒട്ടി ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്ററുകൾ ഇടയിലാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പണികളുണ്ട്. ആ ഫിൽറ്റർ ഇടുന്നതിന് മുന്നേ നമ്മുടെ ഇൻലെറ്റിൽ വേറെ ഒന്നും തടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഇത് നമ്മൾ ഈ PVC തന്നെ കട്ട് ചെയ്ത് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് സാധനങ്ങൾ ഇറങ്ങിപ്പോയി നമ്മുടെ ഈ പൈപ്പിൽ വന്നിട്ട് ബ്ലോക്ക് വരാണ്ടിരിക്കണം നമ്മളത് ചെയ്യുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഓരോ ഫിൽറ്ററിലും ഓരോ സെക്ഷൻ വൈസ് നമ്മൾ ഈ നെറ്റ് ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് ഓരോന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൊട്ടയിൽ നിന്ന് നമ്മൾ ഈ സാധനം നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ നമ്മുടെ 4 ഇഞ്ച് സൈസിന് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ട ഫിൽറ്ററുകളാണ്. അപ്പോൾ ഫിൽറ്ററുകൾ എന്നിട്ടെന്നൊക്കെ പറയാം. ഫിൽറ്ററിന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്പോഞ്ചാണ്. ഇത് കോട്ടൺ സ്പോഞ്ച് എന്ന് പറയും. ഈ അക്വേറിയം ഷോപ്സ് അങ്ങനെ ഇത് രണ്ടും ഡിഫറെൻറ്റ് PPA ആണ്. ഇത് കുറച്ച്
ഈ വെള്ളം കടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഫിൽട്രേഷൻ ഇതിലാണ് നടക്കുക. ഇത് കുറച്ച് മെഷ് കുറവാണ്, അപ്പോൾ ഇതിൽ കുറച്ച് ഫിൽട്രേഷൻ നടക്കും. രണ്ട് വീപ്പ് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെറാമിക് റിങ് നമുക്ക് അക്വറിയം ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം എടുത്തേക്കുന്നത് ഒരു 300-350 ഗ്രാമാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയണത് ആക്ടിവേറ്റഡ് കാർബണാണ്. ഈ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത് നമ്മളൊരു 300 ഗ്രാമിന് വാങ്ങിച്ചേക്കണം. ഇതെല്ലാം നമുക്ക് ഇപ്പോഴത്തെ അക്വേറിയം ഷോപ്പിൽ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മളിതൊരു ചെറിയൊരു നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഫിൽട്രേഷനുള്ള സാധനങ്ങൾ കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പോഞ്ച് നമുക്ക് ഇതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നെറ്റ് 4 കട്ട് ചെയ്യുന്നുണ്ട്. ഈ വെള്ള സ്പോഞ്ച് കോട്ടൻ്റെ 2 വേണം, ബ്ലൂവിൻ്റെ 4, പിന്നെ സെറാമിക് റിങ്സ്, ആക്ടിവേറ്റഡ് കാർബൺ. ഇതൊക്കെയാണ് നമുക്ക് ഇനി വേണ്ടത്. നമുക്ക് ഇത് നമ്മുടെ ഫിൽറ്ററിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിൽറ്ററുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്തതിൽ കാണാം. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സപ്പോർട്ടർ ഈ സ്വിറ്റ് നമ്മളിവിടെ കട്ട് ചെയ്ത് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഒരു എൽബോ കൊടുത്തിട്ടുണ്ട്. ആ എൽബോയ്ക്ക് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഇത് അലൈൻ ചെയ്ത് വെക്കണം. ഇത് നമ്മൾ വെക്കാൻ പോകട്ടെ. ഇത് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിൽക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ മേലയിൽ നിൽക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നമ്മുടെ നെറ്റ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെറ്റ് ഒരെണ്ണം ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാമിക് പിന്നാണ്. സെറാമിക്കിൻ്റെ റിങ് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു നെറ്റും കൂടി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലൂ സ്പഞ്ച് നമ്മളതിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ആക്ടിവേറ്റഡ് കാർബണാണ്. അപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ അതിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നെറ്റും കൂടി ഇതിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ള സ്പഞ്ചാണ്, ഈ PPA അതാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് വയ്ക്കാനുള്ളത് ഈ നെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഫിൽട്രേഷനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ പാർട്ടൊക്കെ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി മോട്ടർ അതിൻ്റെ ഹെഡ് നമ്മൾ ഇതിൽ ഇറക്കാൻ പോകുന്നു. അതിന് മുന്നേ നമ്മൾ ഈ വയറൊക്കെ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട്. ആ വയറെ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ നമ്മളിവിടെ ചെറിയൊരു നോട്ട് പോലെ ഇൻസ്റ്റലേഷൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇവിടെ നമ്മൾ വാട്ടർ ടൈറ്റ് ആക്കും. അതിനുശേഷം നമ്മൾ ഇതിൽ ഇറക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പെർമനൻ്റായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. കാരണം നമുക്കിതിൽ ഇടയ്ക്ക് ക്ലീനിങ്ങും ഇതിന് മെയിൻ്റെനൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ടൈപ്പ് ചുറ്റിയിട്ട് ഇതൊന്ന് ഏകദേശം ഒരു വാട്ടർ ടൈറ്റ് ആക്കി വെക്കണം നമ്മൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമുക്ക് മോട്ടർ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്ററിൻ്റെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 പൈപ്പ് ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ഒന്ന് ഔട്ടും ഇന്നും ടാങ്കിലേക്ക് ഇറങ്ങാനും ഫിൽറ്റർ ചെയ്ത് വെള്ളം ഇതിലൂടെ വന്നിട്ട് പോകാനുള്ള ബാക്കി കാര്യങ്ങൾ. അതിന് മുന്നേ നമുക്ക് ഈ ഫിൽറ്റർ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യണം. അതിന് ശേഷം മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ആദ്യത്തെ നമ്മൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഫുൾ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മോട്ടർ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മോട്ടർ ഇതിലേക്ക് ഇറക്കാം. നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് അമർത്താം. അപ്പോൾ വേറെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഈ ഫ്ലെക്സിബിൾ പൈപ്പ് ജോയിൻ ചെയ്യും. ഇനി ഇത് നമുക്ക് അക്വേറിയത്തിൽ വെച്ചൊന്ന് നോക്കണം. ഇത് നമുക്ക് അക്വേറിയത്തിൽ വെച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ലീക്ക് വരാണെങ്കിൽ തന്നെ നമുക്ക് MC വെച്ച് അടയ്ക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഇത്തിരി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെയിന്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഓൾമോസ്റ്റ് ഇത് കാണാൻ വഴിയില്ല, അത് നമ്മൾ പിന്നിലായിരിക്കും വെക്കുക. എന്നാലും ഒത്തിരി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിന്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് അക്വേറിയത്തിൽ കാണാം. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബാക്കിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് പിന്നെ നമുക്ക് ഈ പൈപ്പിന് പകരം ബ്ലാക്ക് PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡിൽ ഹൈഡ് ചെയ്ത് വെക്കാം. അത് നമുക്ക് പിന്നീട് ചെയ്യാനുള്ള കാര്യമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ നല്ലോണം ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഈ ചെറിയ നെറ്റ് വെച്ചുകൊണ്ട് കുഞ്ഞുമീനുകളാണ് അത് പെടാണ്ടിരിക്കാനാണ്. ഇതിൽ നല്ലോണം അഴുക്ക് പെടുന്നുണ്ട്. ഇതില്ലെങ്കിൽ നല്ലോണം സക്ക് ചെയ്ത് എടുത്തോളും. ഈ ചെറുമീനുകളുള്ളതാണ് ഇപ്പൊ ഇത് ഇട്ടേക്കുന്നത്. അത് കൂടാണ്ട് ഇപ്പൊ ഇതിന് വലിച്ച് നമ്മളിത് സെക്ഷൻ എടുത്ത് ഫിൽട്ടർ ചെയ്ത് ഔട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇലക്ട്രിസിറ്റി പോവുകയാണെങ്കിൽ തന്നെ ഇതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതായത് ഇതിപ്പോ നമ്മള് പവർ കട്ടായെന്ന് വിചാരിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ഓൺ ആക്കുമ്പോ അതിൽ വീണ്ടും വെള്ളം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഇതായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ഏകദേശം ഇപ്പൊ ഒരു കുറച്ച് അഴുക്കായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതിപ്പോ ഒരു 1-2 മണിക്കൂർ നന്നായി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഴുക്കൊക്കെ നമുക്ക് പോകാന്നുള്ള കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്ററിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇത് എല്ലാവരും വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും വീട്ടിൽ അക്വേറിയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ ഇത്ര വില കൊടുത്ത് ഒരു ഫിൽറ്റർ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ എല്ലാ ഇതും നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടേണ്ടതാണ്. അങ്ങനെ യാതൊരു വിധ ബുദ്ധിമുട്ടുകളില്ല. മൊത്തത്തിലൊരു 1200 രൂപയ്ക്ക് നമുക്കിത് ചെയ്ത് എടുക്കാൻ പറ്റാവുന്നതാണ്. നമ്മൾ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 3000 രൂപ അത്ര റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ആക്സസറീസ് നമുക്കിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് സിമ്പിളായിട്ട് വാങ്ങി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വരികയാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങളെ കൊണ്ട് ആവുന്ന വിധം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്.